ഹായ് ഗായ്സ്, എല്ലാവരും എന്ത് ചെയ്യുന്നു? സുഖമായിട്ടിരിക്കുന്നു. ഞാനും സുഖമായിരിക്കുന്നു. ഇന്നലെ രാത്രി പോയിട്ട് വന്നപ്പോൾ താമസിച്ചു. അങ്ങനെ ഉറങ്ങി എണീറ്റ് ഞാൻ ഈ പച്ച ഉടുപ്പൊക്കെ ഇട്ടുകൊണ്ട് എവിടെ പോകാനാണ് നിൽക്കുന്നത് നിങ്ങളിപ്പോൾ ആലോചിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ, നമ്മൾ ഇന്നലെ രാത്രി കിട്ടുവിൻ്റെ കൂടെ ന്യൂ ഇയർ ആഘോഷിച്ചു. ഇനി നമുക്ക് ഫ്രണ്ട്സിനോട് ന്യൂ ഇയർ ആഘോഷിക്കണ്ടേ? അങ്ങനെ ഞാൻ അഞ്ചുമോളെ വിളിച്ച് ചോദിച്ചപ്പോൾ അവൾ റെഡിയാണെന്ന് പറഞ്ഞു. അവളും അവളുടെ അമ്മയും ഉണ്ട്. കിട്ടുവിൻ്റെ ഫ്രണ്ട്സിനോട് ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ടി എറണാകുളത്തോട്ട് പോകാൻ പോവാണ്. ആക്ച്വലി ഞാനും ഇവിടുത്തെ അമ്മയുണ്ടായിരുന്നു പോകാൻ വേണ്ടി. അപ്പോൾ ചില സാങ്കേതിക പ്രശ്നങ്ങളിൽ അമ്മയ്ക്ക് വരാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാനും ഡാഡും കൂടെ പോകും. അഞ്ചുമോളും അവളുടെ അമ്മയും അവിടെ നിന്ന് വരും. എൻ്റെ അച്ഛനും അമ്മയും മേ വരും, ഉറപ്പില്ല. എല്ലാം കൂടെ ഇങ്ങനെ കുഴഞ്ഞു മറിഞ്ഞ് അവിയൽ പരുവത്തിലാണ് ഇപ്പോൾ നിലവിൽ ഇരിക്കുന്നത്. ആരെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ വരും ഗൈസ്. നമ്മൾ എവിടെയെങ്കിലുമൊക്കെ വെച്ച് കണ്ടുമുട്ടും എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ നമുക്ക് ബാക്കി ന്യൂ ഇയർ അങ്ങനെ ആഘോഷിക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വീണ്ടും ഒരു ന്യൂ ഇയർ വ്ളോഗാണ്. എല്ലാവർക്കും വീഡിയോയിലോട്ട് സ്വാഗതം. ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മൾ രണ്ടുപേരും രണ്ട് വഴിക്ക് ന്യൂ ഇയർ ആഘോഷിക്കാൻ പോവാണ്. ലെറ്റ്സ് ഗോ. പിന്നെ എന്നത്തെയും പോലെ തന്നെ നേരെ പോയി വണ്ടി കയറി നമ്മളങ്ങോട്ട് യാത്ര തിരിച്ചു. ഡാഡു അതിൻ്റെ ഇടയിൽ ഒളിച്ചിരിക്കുകയാണ്. അവന് എന്നും എവിടെയെങ്കിലും യാത്ര പോയി അത്രയും സന്തോഷം. അങ്ങനെ നമ്മൾ കിട്ടുവിൻ്റെ കടയുടെ ഫ്രണ്ടിലെത്തി. വണ്ടി ഇവിടെ വച്ചിട്ടാണ് പോകുന്നത് കേട്ടോ. അതുകൊണ്ട് നമ്മൾ ബസ്സിൽ പോകാമെന്ന് വിചാരിച്ചു. അതപ്പോൾ നേരെ ബസ് യാത്രയിലോട്ടങ്ങ് കിടക്കാമല്ലേ. മറ്റേത് വണ്ടി കൊണ്ടുവരാൻ വേറെ ആരെങ്കിലും ഏർപ്പാടാക്കണം. അതിനായിട്ട് നമുക്ക് വണ്ടി ഇവിടെ വെച്ചിട്ട് ബസ്സിൽ പോകാമെന്ന് വിചാരിച്ചു. ഒരു 2-3 മിനിറ്റ് ബസ് സ്റ്റോപ്പിൽ നിന്നപ്പോഴത്തേക്കും നമ്മുടെ ബസ് വന്നു. അങ്ങനെ നമ്മൾ ബസ് കയറി നേരെ നെടുമങ്ങാട് ഇറങ്ങി. അവിടെ നിന്ന് പിന്നെ തമ്പാനൂരേക്കുള്ള ബസ്സിൽ കയറി തമ്പാനൂർ ഇറങ്ങി. കിട്ടു എന്നെ ഡാഡിനും ബസ്സിൽ കയറ്റി വിട്ടിട്ട് കിട്ടു ട്രെയിൻ കയറാൻ വേണ്ടി ഓടിപ്പോയി. അങ്ങനെ നമ്മൾ ബസ്സിൽ കയറി. പാളയത്താണ് ഫസ്റ്റ് ഇറങ്ങുന്നത്. പാളയത്ത് വന്ന് നിന്ന് കുറച്ച് നേരം നമ്മൾ പോസ്റ്റായി. കാരണം ബസ് വരാൻ കുറച്ചധികം താമസിച്ചായിരുന്നു. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ബസ് വന്നു. ഞാനും ഡാഡുവും കയറി. സ്ഥിരം സ്പോട്ടിൽ തന്നെ വീണ്ടും എത്തിയിട്ടുണ്ട് ഗായ്സ്. വേറെ എവിടെയല്ല, എൻ്റെ സ്വന്തം ലുലു മോളിൽ. ഞാൻ ഇന്നലെ വന്നതേ ഉള്ളൂ ഈ പരിസരത്തോടു കൂടി. പക്ഷേ ഇന്ന് ഞാൻ വിചാരിച്ചു ഒന്നും കൂടി ഇവിടെ തന്നെ വരാം. നമുക്ക് സമാധാനപരമായി സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റുമല്ലോ. ഗായ്സ്, അങ്ങനെ ഞാൻ അഞ്ചുമോളെ കണ്ടുമുട്ടിയിരിക്കുകയാണ്. കണ്ടോ, അത് മുട്ടയായി. അതുകൊണ്ട് അടുവും വീണ്ടും കണ്ട സന്തോഷത്തിൽ വൈബടിച്ചിരിക്കുകയാണ്. ഇവർ തമ്മിൽ കാണുമ്പോൾ രണ്ടുപേർക്കും ഭയങ്കര ഇളക്കമാണ് ഗൈസ്. അങ്ങനെ പിന്നെ മാമിതയുടെ ആടുവിനെ എടുത്ത് വെച്ച് കുറേ നേരം കളിപ്പിച്ചു. ഡാഡു മാമിയെ കണ്ടിങ്ങനെ അന്തമിട്ടൊക്കെ നോക്കിയിട്ട് പിന്നെ സെറ്റായി. അതിനുശേഷം നമ്മൾ അവിടെ കൂടെ കുറേ നേരം നടന്നു. ഒരു ട്രീ കാണാൻ നല്ല ഭംഗിയായിരുന്നു. അങ്ങനെ അവിടുന്ന് നമ്മൾ നേരെ മുകളിലോട്ടൊക്കെ പോയി. എന്നിട്ട് ഫസ്റ്റ് ചെയ്തത് 2 ട്രോഫീസിനെ പിടിച്ച് ചെയറിലിരുത്തി. ഇവിടെ നമുക്ക് ചെയർ അവൈലബിൾ ആണല്ലോ. ഇതാണ് ഏറ്റവും എളുപ്പമെന്ന് തോന്നുന്നു. ചെയറിലിരുത്തുമ്പോൾ ഇവർ നന്നായിട്ടിരുന്നോളും, മിണ്ടാതിരുന്നോളും. ഡാഡൂസിന് വിശക്കാൻ തുടങ്ങിയോണ്ടാണ് ഞാൻ അവന് വേണ്ടി കൊണ്ടുവന്ന കുറുക്ക് ഇതുപോലെ കൊടുത്തായിരുന്നു. സ്ക്യൂസിങ് ബോട്ടിലാണ് കുറുക്ക് കൊണ്ടുവന്നത്. അതുകൊണ്ട് എളുപ്പമായിരുന്നു പരിപാടികൾ. പിന്നെ നേരെ നമ്മൾ ഹൈപ്പർ മാർക്കറ്റിലോട്ട് പോയി. അവിടെ പോയിട്ട് നമ്മൾ ഡാഡുവിനെയും ആദുവിനെയും നേരെ ട്രോളിയിലോട്ട് ഇരുത്തി. ഇതാകുമ്പോൾ ഈ എടുത്തുകൊണ്ട് നടക്കുന്ന ബുദ്ധിമുട്ട് നമുക്ക് കുറയ്ക്കാൻ പറ്റും. അവരും ഇങ്ങനെ എൻജോയ് ചെയ്തിരുന്നോളും. ഇങ്ങനെ ഉരുട്ടി കൊണ്ട് വിട്ടാൽ മതി. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഫുഡൊക്കെ ഓർഡർ ചെയ്തു. അപ്പം തന്നെ സമയം അതിക്രമിച്ച് കഴിഞ്ഞു. കാരണം ഉച്ചയായി നമ്മൾ എത്തിയപ്പോൾ ഇതാണ് ഗൈസ് നമ്മൾ വാങ്ങിയ ഫുഡ് ഐറ്റംസ്. ഇത് എന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആദ്യം തന്നെ കഴിച്ചത് ഗീ റൈസും ഡ്രാഗൺ ചിക്കനും കൂടിയിട്ടാണ്. നല്ല വിശപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചധികം സാധനങ്ങൾ വാങ്ങിയായിരുന്നു. അങ്ങനെ ഡാഡൂസിന് ഒരു ഇച്ചിരി ഞാൻ കൊടുത്തു. ഗീ റൈസ് അവന് ഇഷ്ടമായെന്ന് തോന്നുന്നു, കുറച്ച് കഴിച്ചു അവൻ. പിന്നെ അത് എല്ലാവരും കഴിക്കുവാണ്. അത് കഴിഞ്ഞ് പിന്നെ ബ്ലാക്ക് കറണ്ടിൻ്റെ ഈ ഒരു ഷേക്ക് കുടിച്ചു. നല്ലതായിരുന്നു. ഇത് പിന്നെ ടെൻഡർ കോക്കനട്ടിൻ്റെ പുഡിങ്ങാണ്. അതിനുശേഷം ഇത് ട്രഫിൾ ഫ്രൂട്ട് സാലഡ്. ഇത് നമ്മുടെ ഈ ഫ്രൂട്ട് കസ്റ്റാർഡില്ല, സെയിം സാധനമാണ്. അതിൻ്റെ ടേസ്റ്റായിരുന്നു. പിന്നെ കുനാഫ. ഞാൻ ഫസ്റ്റ് ടൈമാണ് കുനാഫ ട്രൈ ചെയ്ത് നോക്കുന്നത്. അത് നല്ല ടേസ്റ്റായിരുന്നു, അടിപൊളി സാധനമായിരുന്നു. പിന്നെ ഒരു ചോക്ലേറ്റ് ഡിപ്പ് ട്രൈ ചെയ്ത് നോക്കാൻ വാങ്ങി, അതും കൊള്ളായിരുന്നു. ഇതൊരു കിടിലൻ ഐറ്റം ആയിരുന്നു. ഒരു ഗ്രിൽഡ് ചിക്കൻ സാലഡാണ്. ഭയങ്കര ടേസ്റ്റായിരുന്നു. എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി. ഇതിൻ്റെ കൂടെ അവരൊരു ചട്നിയും കൂടെ തന്നു. അതും കൂടെ മിക്സ് ചെയ്ത് കഴിച്ചപ്പോൾ സൂപ്പർ ടേസ്റ്റായിരുന്നു. ലാസ്റ്റ് ഫുഡ് കഴിച്ച് നമ്മളങ്ങ് തളർന്നു പോയി. എടുത്ത സാധനങ്ങൾ ഇച്ചിരി കൂടിപ്പോയെന്നൊരു ഡൗട്ട് പിന്നെ തോന്നി. പിന്നെ 2 ടൈപ്സ് ഓഫ് ബർഫീസ് വാങ്ങിയായിരുന്നു. അതും നല്ല ടേസ്റ്റായിരുന്നു. പിന്നെ ഞാൻ ആഗ്രഹിച്ച് വാങ്ങിയൊരു സാധനമാണ് പാവ് ഭാജി. ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. പക്ഷേ എനിക്കിതിൻ്റെ ഒതൻറ്റിക് ടേസ്റ്റ് അറിയില്ല. ഇതെനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായില്ല. ഇനി ട്രൈ ചെയ്ത് നോക്കണം വേറെ കടയിൽ നിന്ന്. അപ്പോൾ നമുക്കറിയാം യഥാർത്ഥ ടേസ്റ്റ് എന്താണെന്ന്. പിന്നെ അതിനുശേഷം കുറച്ച് നൂഡിൽസ് കൂടെ വാങ്ങിയായിരുന്നു. അതൊക്കെ കഴിച്ച് നമ്മൾ സൈഡായി. പിന്നെ കുറേ നേരം റെസ്റ്റ് എടുത്ത് ബേബീസിൻ്റെ ഡയപ്പറൊക്കെ ചേഞ്ച് ചെയ്തതിന് ശേഷം നമ്മൾ ഐസ്ക്രീം വാങ്ങാൻ വേണ്ടി പോയി. നിങ്ങളിത് കണ്ടോ എന്തോ ഗൈസ്, ഞാൻ വീഡിയോ എടുത്തുകൊണ്ടാണ് ഈ സാധനം ഇങ്ങനെ വാങ്ങിയത്. ഞാൻ ഐസ്ക്രീമിന് പകരം ആ പയ്യൻ്റെ കയ്യിലാണ് കയറി പിടിച്ചത്. അങ്ങനെ ഐസ്ക്രീം കഴിച്ചത്. ഇതൊരു ട്രൈ ഐറ്റമാണ്. സ്ട്രോബെറി സൺഡേ എന്നാണ് ഇതിൻ്റെ പേര്. ഭയങ്കര ടേസ്റ്റായിരുന്നു. വാനിലയാണ് ഞാൻ ഫസ്റ്റ് കഴിച്ചത്. അത്
യാത്ര പോലെയായിരുന്നു. പിന്നെ അതിനൊക്കെ ശേഷം നമ്മൾ അവിടെ കൂടെ കറങ്ങി. ലുലു മോളിൽ എത്ര വട്ടം വന്നെന്ന് പറഞ്ഞാലും അതിങ്ങനെ കണ്ടാലും ആസ്വദിച്ചാലും തീരില്ല എന്നാണ് എൻ്റെ ഒരു ഇത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ വന്നിങ്ങനെ കറങ്ങി കറങ്ങി നടക്കാൻ. അതിനുശേഷം ഒരു പ്രാവശ്യം കൂടെ 2 പേർക്ക് നമ്മൾ ഫുഡ് കൊടുത്തായിരുന്നു. എന്നിട്ട് വീണ്ടും താഴോട്ട് ഇറങ്ങാൻ തീരുമാനിച്ചു. എസ്കലേറ്ററിലാണേ പോയത്. അതിനൊരു പ്രത്യേക കാരണമുണ്ട്. ആദൂന് ഇങ്ങനെ എസ്കലേറ്ററിൽ നിന്ന് പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ നമ്മൾ വീണ്ടും താഴോട്ട് ഇറങ്ങി. ആ ഒരു ട്രെയിൻ കാണാൻ നല്ല രസമായിരുന്നു. നേരെ പോയത് ലുലു ഫാഷനിലോട്ടാണ്. കുറച്ച് സാധനങ്ങൾ അവിടെ നിന്ന് വാങ്ങിക്കാൻ വേണ്ടി ഉണ്ടായിരുന്നു. അവിടെ പോയിട്ടും നമ്മൾ ആദൂനും ഡാഡൂനെയും കൂടെ നുള്ളിപ്പറക്കിയെടുത്ത് നേരെ ട്രോളിക്കകത്തിട്ടു. ഇതാകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇങ്ങനെ ഉരുട്ടിക്കൊണ്ട് നടന്നാൽ അവരിങ്ങനെ ഹാപ്പി വൈബിലിരുന്നോളും. നമുക്ക് വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല. ഞാൻ ഫസ്റ്റ് നോക്കിയത് ഡാഡുവിൻ്റെ ലോഷനായിരുന്നു. അത് തീർന്നു പോയി. അത് പിന്നെ എനിക്ക് കിട്ടിയില്ല, അവിടെ ഇല്ലായിരുന്നു. ഞാൻ വീണ്ടും അവനെ ഇങ്ങനെ ഉരുട്ടിക്കൊണ്ടൊക്കെ നടക്കുവാണ്. അവനും ഇത് ഇഷ്ടമായി. അവൻ മാക്സിമം ഇത് എൻജോയ് ചെയ്താണ് ഇങ്ങനെ നടന്നതേ. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി. ഡാഡുവിനും മാധുവിനും ഒക്കെ മാമി ക്രിസ്മസ് ഗിഫ്റ്റായിട്ട് ഒരുപോലത്തെ 2 ടീഷർട്ട്സ് വാങ്ങിക്കൊടുത്തു. പിന്നെ നേരെ ഹൈപ്പർ മാർക്കറ്റിലോട്ട് പോയി അവിടെ ലോഷൻ കിട്ടുമെന്ന് നോക്കാൻ പോയതാണ്. അങ്ങനെ അവിടെയും സാധനം കിട്ടിയില്ല. പിന്നെ ഞാൻ അല്ലറ ചില്ലറ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് അവിടെ നിന്ന് ഇറങ്ങി. നമ്മൾ ഇറങ്ങിയപ്പോൾ ഏകദേശം 6-6:30 ആയിട്ടുണ്ട്. പിന്നെ ഗായ്സ്, എനിക്ക് കിട്ടുമെന്ന് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ കിട്ടു എന്നെ കൊണ്ടുപോകാതെ പുറത്ത് പോയി അങ്ങനെ ഫുഡ് അധികം കഴിക്കാറേ ഇല്ല. മേ ബി കഴിച്ചാലും എന്നെ ആ സെയിം സ്പോട്ടിൽ കൊണ്ടുപോയി ഫുഡ് വാങ്ങിത്തരാം. അപ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് ഫുഡ് കഴിച്ചപ്പോൾ കിട്ടുന്ന മിസ് ചെയ്തു. അപ്പം നിങ്ങൾ വിചാരിക്കും അതുകൊണ്ട് തീറ്റയ്ക്ക് കുറവൊന്നും ഇല്ലായിരുന്നല്ലോ എന്ന്. മനുഷ്യനല്ലേ പുള്ളേ, കഴിച്ചു പോയി. പക്ഷേ എനിക്ക് സത്യമായിട്ട് മിസ് ചെയ്തു. അങ്ങനെ ഇതാണ് നമ്മൾ മേളിൽ കയറിയപ്പോൾ കണ്ട കാഴ്ച. ഇന്നലെ കണ്ട കാഴ്ചയുടെ വേറൊരു വ്യൂ ആയിരുന്നു ഇത്. അങ്ങനെ ബസ് കയറി 5 മോള് തമ്മണ്ണിലോട്ടും ഞാൻ പാളയത്തോട്ടും പോയി. ഇതാണ് പാളയം പള്ളിയുടെ നൈറ്റുള്ളൊരു ലുക്ക് ഇപ്പോൾ. അങ്ങനെ ബസ് കെട്ടി വിടെത്തി. ഓക്കെ ഗായ്സ്, അങ്ങനെ ഞാൻ വീട്ടിലെത്തി. ഒരു 8-8:30 അപ്പോഴാണ് എത്തിയത്. ഞാൻ ബസ്സിൽ വന്ന് ഇറങ്ങിയപ്പോൾ കിട്ടോടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ കിട്ടു നമ്മളൊരു അനിയനെ പറഞ്ഞ് അവിടെ വിട്ടു. അങ്ങനെ അവൻ കൊണ്ട് എന്നെ വീട്ടിലെത്തിച്ചിട്ട് പോയി. നല്ലൊരു ഡേ ആയിരുന്നു. എനിക്ക് ഭയങ്കര സന്തോഷമായി ന്യൂ ഇയർ ആയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വേറെ അടിപൊളി വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഓക്കെ, ബൈ.